إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين നോക്കുമ്പോ ഒരു അത്ഭുതമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് തേനീച്ചകൾ. തേനീച്ചകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, വെളിമുക്കിൽ ഒരു തേനീച്ചക്കൂടുണ്ടെങ്കിൽ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് തേനീച്ച കക്കാടെത്തുന്നു, വെഞ്ഞിയൂരെത്തുന്നു, അങ്ങനെ രണ്ടത്താണിയിലെത്തുന്നു, പുത്തനത്താണിയിലെത്തുന്നു, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളഞ്ഞ് അത് സഞ്ചരിച്ച് ഒരു മരം കാണുന്നു. ആ മരത്തിൽ പൂക്കളുണ്ട്, ഫലങ്ങളുണ്ട്. അതിൽ നിന്ന് തേനീച്ച തേൻ ശേഖരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൂമ്പൊടി ശേഖരിക്കാൻ വേണ്ടി, ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി അവിടെ എത്തുന്ന തേനീച്ച അത് ശേഖരിക്കാതെ നേരെ കൂട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കൂട്ടിന്റെ അടുക്കൽ വെച്ച് രണ്ടാലൊരു ഡാൻസ് കളിക്കുന്നു, സർക്കുലർ ഡാൻസ് അല്ലെങ്കിൽ വാഗൽ ഡാൻസ്. ഈ ഡാൻസിൽ നിന്നും മറ്റുള്ള തേനീച്ചകൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ഒന്ന്, ഞങ്ങളുടെ കൂട്ടിൽ നിന്നും എത്ര അകലെയാണ് ഭക്ഷണമുള്ളത് എന്ന് മനസ്സിലാകും. അതേപോലെ കൂടിനെയും സൂര്യനെയും ബന്ധിക്കുന്ന നേർരേഖയിൽ നിന്നും എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് ഭക്ഷണമുള്ളത് എന്ന് മനസ്സിലാകും. ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ വന്ന തേനീച്ച ക്ഷീണിച്ച് അവിടെ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള തേനീച്ചകൾ ഒന്നായിട്ട് ഭക്ഷണത്തിന് വേണ്ടി പോകുന്നു. അവർ കൃത്യമായി ആ സ്ഥലം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവർ ഭക്ഷണം ശേഖരിച്ച്, പെൺ തേനീച്ചകൾ ഭക്ഷണം ശേഖരിച്ച് തിരിച്ചു വരുന്നു. നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ തേനീച്ചക്ക് ആരാണ് ഇങ്ങനെ ഒരു ഉത്ബോധനം നൽകിയത്, ഇങ്ങനെ ഒരു ബോധനം നൽകിയത്? അതിന് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ൽ 16-ാമത്തെ അധ്യായത്തിന്റെ 68-ാമത്തെ ആയത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ മറുപടി പറഞ്ഞു തരുന്നു. റബ്ബുക ഇലൻ നഹ്ൽ, നിന്നെ രക്ഷിച്ച് പരിപാലിക്കുന്ന നിന്റെ രക്ഷിതാവായ അല്ലാഹു ആകുന്നു ഈ തേനീച്ചക്ക് ഇങ്ങനെ ഒരു